പക്ഷേ CPM-ൻ്റെ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു സമ്മേളനത്തിൽ നിന്ന് പുറത്താകുന്നു. ആലപ്പുഴയിലെ സമ്മേളനത്തിൽ പിണറായി വിജയൻ MV ഗോവിന്ദനെ നിലം തൊടിയിച്ചില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് അപമാനിതനായിട്ട് രംഗം വിടേണ്ടി വന്നു ഗോവിന്ദന് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാം പിണറായി മയമായിരുന്നു. പിണറായി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു, പിണറായി തന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു, എല്ലാം പിണറായി തന്നെ. അവസാനം ഒരാശംസ പോലും അറിയിക്കാതെ MV ഗോവിന്ദൻ ഇറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് CPM സംഘടനയ്ക്കുള്ളിൽ സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും പല ഘട്ടങ്ങളിലായിട്ട് പറയാറുണ്ട്, CPM-ലെ പിണറായിയുടെ സ്വേച്ഛാധിപത്യം. പിണറായി പറയുന്നതിനപ്പുറം ഒന്നുമില്ല, എല്ലാം പിണറായി തീരുമാനിക്കും. അത് ഈ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലെനിനാണ് യഥാർത്ഥത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടുണ്ടാക്കി. അപ്പോൾ അന്ന് മുതൽ ആ ചട്ടക്കൂടിന് എതിരായിട്ട് ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഇത് പകരപ്രതിഷ്ഠ എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ്. സംഘടന എന്ന് പറയുന്നത് ജനങ്ങളുടെ സംഘടനയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പാർട്ടിയാണ്. ആ ജനങ്ങളുടെ പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഓരോ കമ്മിറ്റിയുടെയും നേതാക്കൾ. അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് സെക്രട്ടറി. സംസ്ഥാന കമ്മിറ്റിയാണ് ശരിക്കും സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ അധികാര ഘടനയുടെ ഒരു ഹൈറാർക്കി വെച്ച് പരിശോധിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന് മുകളിൽ ഇരിക്കുന്ന, സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു അധികാരിയാണ് പാർട്ടിയുടെ സെക്രട്ടറി. അത് സംസ്ഥാന തലത്തിലുള്ള ഒരു ഹൈറാർക്കിക്കൽ ഓർഡറാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള സെക്രട്ടറിമാർ, അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ, പോളിറ്റ് ബ്യൂറോയുടെ മുകളിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. ഇതാണ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം. അപ്പോൾ ലെനിൻ ഈ സംഘടനാ സംവിധാനം രൂപപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് സംഘടനകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രൂപപ്പെട്ടിട്ടുള്ളത്. അന്ന് മുതൽ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഇത് വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ്. കാരണം ഈ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ നേതാക്കൾ കുറേ കഴിയുന്ന സമയത്ത് ജനങ്ങളുടെ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നേതാക്കളായി മാറിത്തീരുകയും ചെയ്യും. അപ്പോഴും അതിനകത്തൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കാം. കാരണം എന്താണ്, ഈ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആ സംഘടനാ സംവിധാനങ്ങളിൽ ചിലപ്പോൾ ഏകാധിപതിയായിട്ട് വരുന്ന ഒരു നേതാവ് വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങിക്കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിന് പകരം സെക്രട്ടറി, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോക്ക് പകരം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സംവിധാനമാവും. എന്ന് വെച്ചാൽ ഒറ്റയാൾ എല്ലാം നിയന്ത്രിക്കുന്ന അവസ്ഥയിലെത്തിക്കുകയും. ഇതിനാണ് പകരപ്രതിഷ്ഠ എന്ന് പറയുന്നത്. പാർട്ടിക്ക് പകരം ഒരു വ്യക്തി വരുത്തി, അതാണ് പാർട്ടിക്ക് പകരം, അതാണ് പകരം വരുന്നത്, പകരപ്രതിഷ്ഠയാണ്. ജനങ്ങൾക്ക് പകരം സംഘടന, സംഘടനയ്ക്ക് പകരം പാർട്ടി സെക്രട്ടറി. അതിൻ്റെ വളരെ വാചാലമായ ഒരു പ്രകടനമാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. കാരണം അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു റോളും ഇല്ല യഥാർത്ഥത്തിൽ. കാരണം സംഘടന തിരഞ്ഞെടുപ്പും സംഘടനാ സംവിധാനങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വേണമെങ്കിൽ അവരുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം. ഇവിടെ അതിന് പകരം സംഭവിച്ച, അദ്ദേഹം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം സമാപനവും അതിലേക്ക് മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹം സ്റ്റേജിൽ കയറി, കസേരയിൽ കയറിയിരുന്ന് വടിയൊക്കെ എടുത്ത് ഹെഡ് മാസ്റ്റർ പോലെ അവിടെ ഇരുന്നു. എന്നിട്ട് ചർച്ച നടത്തിക്കോളെന്ന് പറഞ്ഞു. എല്ലാവരും ചർച്ചയ്ക്ക് വന്നു. അവരൊന്നും തന്നെ തുറന്ന് ചർച്ച ചെയ്യാനായിട്ട് ധൈര്യപ്പെട്ടില്ല. കാരണം ഈ ഇരിക്കുന്ന പ്രതിഭാസത്തെ, പാർട്ടി പ്രതിഭാസമാണ് ആയിരിക്കുന്നത്, അദ്ദേഹത്തെ വെല്ലുവിളിക്കാനോ വിമർശിക്കാനോ ശേഷിയുള്ള ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് അവർ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയ്ക്ക് അകത്തുള്ളതായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളോ അതേപോലെ തന്നെ സമൂഹത്തിൽ പാർട്ടി നേരിടുന്നതായിട്ടുള്ള വെല്ലുവിളികളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒന്നും അവിടെ തുറന്നു വച്ചില്ല.
ചില ആളുകളൊക്കെ പിണറായി വിജയൻ്റെ നേതൃത്വത്തെ പുകഴ്ത്തിയൊക്കെ സംസാരിച്ച് ആ ചർച്ചകൾ അവസാനിച്ചു. ചർച്ചകൾക്ക് ആരാണ് മറുപടി നൽകേണ്ടത്? ചർച്ചകൾക്ക് സാധാരണ മറുപടി നൽകുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് മറുപടി പറയാൻ അവസരം കൊടുത്തില്ല. പകരം പിണറായി വിജയൻ തന്നെ കയറി മറുപടി പറഞ്ഞു. അങ്ങനെ ഈ പ്രതിനിധി സമ്മേളനം എന്ന് പറയുന്ന നാടകം അവസാനിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പൊതുസമ്മേളനം വരും. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ എല്ലായിടത്തും ഒരു ശബ്ദം മാത്രം കേട്ടുള്ളൂ, അത് പിണറായി ശബ്ദം മാത്രമായിരുന്നു. ഗോവിന്ദനൊന്നുമല്ലാതെ ഗോവിന്ദൻ അങ്ങനത്തെ ഒരവസ്ഥയായി. ഗോപി ഇറക്കപ്പെട്ടു. ഗോവിന്ദൻ ഇറങ്ങിപ്പോയി, പ്രതിഷേധിച്ചു. പക്ഷെ എന്തെങ്കിലും ഗോവിന്ദന് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഗോവിന്ദൻ അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ സെക്രട്ടറിമാരിങ്ങനെയൊന്നും ആയിരുന്നില്ല. പാർട്ടിയുടെ സെക്രട്ടറി പറയും, പാർട്ടിയുടെ മുഖ്യമന്ത്രിയോട് പറയും അവിടെ ഇരിക്കണമെന്ന് പറയും, ഇരിക്കണം മുഖ്യമന്ത്രി. അങ്ങനെയാണ് പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രിമാരെ ഇരുത്തിയിരുന്നത്. VS വരെ ഇരുത്തിയ ആളാണ്. അതെ, VS സെക്രട്ടറി ആയിരുന്നപ്പോൾ നായനാരോട് പറഞ്ഞ് നീ അവിടെ ഇരിക്കട എന്നാണ് പറഞ്ഞത്. അങ്ങനെ പാർട്ടി സെക്രട്ടറിയാണ് ഇതേവരെയും എല്ലാ സംവിധാനങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത നേതാവാണ് പിണറായി വിജയൻ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ തച്ചുടച്ച് തല്ലിപ്പൊളിച്ച ജില്ലാ സമ്മേളനമാണ് ആലപ്പുഴയിൽ. പൊളിച്ച് നാറ്റിച്ചളഞ്ഞു സംഘടനാ സംവിധാനം എന്ന് പറയും. അങ്ങനെയാണ് ഗോവിന്ദൻ അതൊക്കെ വെഷി എവിടെയോ പോയി. ഇനി മറ്റ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയെ, ഈ പാർട്ടിയുടെ ഇമേജിനെ, ഇതിൻ്റെ ഒരു എന്താണ് നമ്മൾ പറയുന്നത്, ഒരു ഗുഡ് വിൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, സൽപ്പേര്, അത് സമ്പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കി. പാർട്ടിയല്ല, പകരം ഞാനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറഞ്ഞത്. ഇവിടെ പിണറായി വിജയൻ ജനങ്ങളോട് പറയാൻ ഞാനാണ് പാർട്ടി, നീ എന്നോട് സംസാരിക്കുക എന്നാണ്. അങ്ങനെ ഞാനാണ് പാർട്ടി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തത് എന്ന് ചോദിച്ചാൽ കേരളത്തിനകത്ത് വിഭാഗീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകളല്ല, ഇതുമായിട്ട് പിണങ്ങി പിരിഞ്ഞു പോയവരല്ല, അവരാരുമല്ല പാർട്ടിയെ തകർത്തത്. പാർട്ടിയെ തകർത്തത് ഇതിൻ്റെ ഉടമസ്ഥത അവകാശപ്പെടുന്നതായിട്ടുള്ള പിണറായി വിജയനാണ് ഇത് തകർത്തരിപ്പണമാക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു റോൾ എന്താണ്? ഇതിനകത്ത് പല ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലൊക്കെ പാർട്ടി സഹാക്കൾ തമ്മിൽ പരസ്പരം ശത്രുതയാണ്, പരസ്പരം കുതികാൽ വെട്ടാൻ കാത്തു നിൽക്കുന്നവരാണ്. അതെല്ലാം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഭിന്നതയുടെ പേരിലല്ല, വ്യക്തിപരമായിട്ട് അവർക്ക് അധികാരം കിട്ടാത്തതിൻ്റെ അധികാരക്കുറവാണ്. അതിൻ്റെ പേരിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പല പല കഷ്ണങ്ങളായിട്ട് ഈ പാർട്ടി തെറിച്ചു പോകാതിരിക്കാൻ അതിനൊക്കെ പിറക്കിക്കൂട്ടുന്ന ജോലിയും ആർക്ക് തന്നെയാണ്? പിണറായി വിജയനാണ്. ഒരേ സമയത്ത് 2 ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, പാർട്ടി എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനത്തെ, ആ സ്വരൂപത്തെ അടിച്ചു പൊളിച്ച് തകർത്ത് കളയും. രണ്ടാമത്, അങ്ങനെ കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കഷ്ണങ്ങളെയൊക്കെ തൻ്റെ ഏകാധിപത്യ ശക്തിയിൽ സ്വരൂപിച്ച് നിർത്തുക എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ ഇവിടെ നിന്ന് വിടവാങ്ങുന്നതോടുകൂടി ഈ പാർട്ടിയും ഇവിടെ നിന്ന് വിടവാങ്ങിപ്പോകും. കാരണം അങ്ങനെ സംവിധാനം ഉണ്ടാവില്ല. അതെ, അങ്ങനെയൊക്കെ അദ്ദേഹം അത് മാറ്റി തീർത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആലപ്പുഴ സമ്മേളനത്തിൻ്റെ ഗുണപാഠം അതാണ്. പാർട്ടി സെക്രട്ടറിയെ നിങ്ങൾ പുറത്താക്കിയാലേ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാർട്ടിയെ പുറത്താക്കി എന്നാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വടക്കൻ പാർട്ടികളിൽ പറയുന്നത് പോലെ കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. അതെ, കൊണ്ടു നടക്കുകയാണ്. പാർട്ടിയെ കൊണ്ടു നടക്കുന്നു, പാർട്ടിയെ ഇല്ലാതാക്കുന്നു. 2 ജോലിയും ചെയ്യുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് ആളുകൾ കുറേ കാലം കഴിഞ്ഞ സമയത്ത് പിണറായിയെ നോക്കി വിലപിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സ്ഥിതി.